പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് DRL ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് സെന്റർ ഒക്കെ വരുന്നുണ്ട്. 5,60,000 കമ്മിയായി കൊടുത്തോടെ എന്തെങ്കിലുമൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വണ്ടി ഇന്റീരിയർ ആണ് കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു വൈറ്റ്, ഒരു 23 മോഡൽ. അപ്പോ കിലോമീറ്റർ ഒക്കെ എത്രയുണ്ട്? 20,000. ഹലോ ഗൈസ്, മലയാളം മീഡിയയിൽ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു കണ്ണൂർ തോട്ടടുള്ള കാർ ആൻഡ് ബൈക്കിന്റെ പ്ലാറ്റിനം ഷോറൂമിൽ. അപ്പോൾ ഈ ഷോറൂമിനെ കുറിച്ച് പിന്നെ അധികം പറഞ്ഞ് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വാഹനങ്ങൾക്കും, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ നമ്മൾ ഫോളോസ് എടുക്കുക, കാരണം വാറണ്ടി കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഡ് കാർ ഷോറൂമിൽ വാറണ്ടി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, 2 കിളിക്കുഞ്ഞുങ്ങളൊക്കെ. ഇതൊക്കെ ചെറിയ ഓട്ടോ ഓടിയ സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. മാത്രമല്ല 2 വർഷമാണ് ഇവിടുത്തെ ഓരോ വാഹനങ്ങൾക്കും വാറണ്ടി കൊടുക്കുന്നത്. ഇതാ ബ്ലാക്ക് ക്രെറ്റ, അതുപോലെ തന്നെ ഒരുപാടധികം. ഇനി ചെറുവണ്ടി നോക്കുന്നവർക്ക് അതിനായിട്ടൊരു സെക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹുണ്ടായിൻ്റെ, മാരുതിൻ്റെ, അതുപോലെ തന്നെ ഓൾ ബ്രാൻഡ്, എല്ലാ ബ്രാൻഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കത്തി വെച്ച് കൊല്ലാതെ നേരെ വീഡിയോയിലേക്കാണ് പോവാം. ബ്രോ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റ് ആണല്ലേ? ചൊറുക്ക കുറച്ച് കൂടിക്കണല്ലോ, താടിയൊക്കെ വെച്ച് സെറ്റ് ആയിക്കണല്ലേ? ഫലീൽ ബ്രോനെ കാണാനാണ് മെയിൻ ആയിട്ട് നമ്മളെ വീഡിയോ ആൾക്കാർ കാണുന്നതെന്നാണ് പൊതുവെ ഉള്ളൊരു ധാരണ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മൾ വരുന്നത് കണ്ണൂർ തോട്ടട SM കോളേജിന്റെ അടുത്താണ്. കണ്ണൂർ തോട്ടട SM കോളേജിന്റെ അടുത്താണ് നമ്മൾ വരുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഒരു ഷോറൂമില് ഇപ്പോൾ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? 30+ വണ്ടികളുണ്ട്. 30-ൽ കൂടുതൽ അല്ലേ? അതിൽ മെയിൻ ആയിട്ട് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. വലിയ പ്രീമിയം വണ്ടി, അത് അതർ സ്റ്റേറ്റിൽ നിന്ന് കൂടുന്ന വണ്ടി അങ്ങനെ ഒന്നുമല്ല. എല്ലാം ഒറിജിനൽ കേരള വണ്ടി. 90% വണ്ടികൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള വണ്ടികൾ തന്നെയാണ് അല്ലേ? ഓക്കെ, മാത്രമല്ല കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ കുറവാണോ പൊതുവെ? എല്ലാം എന്താ പറയാ, നമ്മുടെ ക്വാളിറ്റി മാത്രമുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് അല്ലേ? 2 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. ഇനി പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഒരു മാസം? ചെയ്ത് കൊടുക്കാം അല്ലെ? നമ്മുടെ പ്രേക്ഷകർ നേരിട്ട് വരികയാണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ചങ്ങന്മാരെ, ആദ്യമായിട്ട് 2 കിളിക്കുഞ്ഞുങ്ങൾ നമുക്ക് പരിചയപ്പെടാം, അതും i20 ന്യൂ ഷേപ്പ് അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ഫസ്റ്റ് ഇത് 2023 വണ്ടിയാണ്. 23 മോഡൽ. അപ്പൊ കിലോമീറ്റർ ഒക്കെ എത്രയുണ്ട്? 20,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ഓക്കെ, ആ ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങള്. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഈ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ബാക്കി എന്തെങ്കിലും വേറെ ഒരു പ്രശ്നം? അത് കമ്പനിയിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തില്ല. ഗ്ലാസ് മാറ്റിയിട്ടുണ്ടോ? ഗ്ലാസ് ഇല്ല. ഓക്കെ, അപ്പൊ മേജർ ഇടി കാര്യങ്ങളൊന്നുമല്ല. സീക്രട്ട് ലൈൻ പോയതുകൊണ്ട് മാറിയതാ. ഓക്കെ ഓക്കെ, ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പൊ ഹുണ്ടായിന്റെ 28 വരെ 2028 വരെ വാറണ്ടി നിലക്കുന്ന വണ്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടും ധൈര്യത്തിൽ എടുക്കാം. പെട്രോൾ അല്ലേ? ഇത് ഓപ്ഷൻ ഏതാണ്? ഇത് വരുന്നത് സ്പോർട്സ് ഓപ്ഷൻ. സ്പോർട്സ് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സിസ്റ്റം, ക്ലൈമറ്റ്, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ലൈറ്റ് വാഹനം. ഈ ഒരു മുതല് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര വരും? അന്ന് 10-50 വരും അല്ലേ? ഇപ്പൊ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 75 കൊടുക്കാം. 7,75,000 രൂപ കൊടുക്കാം അല്ലേ? വിത്ത് വാറണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ലൊരു ഡീലാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, വരിക, ചെക്ക് ചെയ്യുക, എടുക്കുക, അത്ര കേട്ടോ. ലോണ് വേണ്ടവർക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, അടുത്തായിട്ട് വീണ്ടും i20. ഇത് എങ്ങനെ ഡീറ്റെയിൽ? ഇത് വരുന്നത് 2022 മോഡൽ ആസ്റ്റയാണ്. 22 മോഡൽ ആസ്റ്റ അല്ലേ? ഇത് കിലോമീറ്റർ അതുപോലെ തന്നെ ഓണർഷിപ്പ് കാര്യങ്ങൾ? കിലോമീറ്റർ വരുന്നത് 36,000 കിലോമീറ്റർ ഓടി. 36,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല, മേജർ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇത് ആസ്റ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റിന്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. നമുക്ക് എത്രക്ക് കൊടുക്കാം ഈ വണ്ടി? നമുക്ക് 8,00,000 കൊടുക്കാം. 8 ലക്ഷം റുപ്യക്ക് ആസ്റ്റ കൊടുക്കാം അല്ലേ? ഓക്കെ, ലോണോ ഏകദേശം ചെറിയ ഡൗൺ പേയ്മെന്റ്? ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ, സൺറൂഫ് അടക്കമുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബ്ലാക്ക് ക്രെറ്റ പരിചയപ്പെടാം. അതും ഫുൾ ഓപ്ഷൻ ആണിത്. ഇത് SX ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ അല്ലേ? ഓക്കെ, അതിൽ തന്നെ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് സെന്റർ ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വരുന്നത്. പെട്രോൾ അല്ലേ? മൈലേജ് നമുക്ക് ഒരു 12 to 15 പ്രതീക്ഷിച്ചാൽ മതി. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഇത് മോഡൽ എത്രയായിരുന്നു? 2018 മോഡൽ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ഉണ്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്സ്. എത്ര കൊടുക്കാം? വയർലെസ് ചാർജിങ് എല്ലാം വരുന്നുണ്ട്.
വണ്ടി എത്ര നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് 8 കൊടുക്കാം. 8.5 ലക്ഷം റുപ്യക്ക് ലോൺ കിട്ടുമോ? ഓ ലോൺ മാക്സിമം ലോൺ കിട്ടുമല്ലേ? ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സ്വന്തമാക്കാം കേട്ടോ. ഇതിനൊക്കെ വാറണ്ടി ഉണ്ട്, അതിന് പറയേണ്ട ആവശ്യമില്ല. ഈ വണ്ടിക്കൊക്കെ വാറണ്ടി ഉണ്ട് കേട്ടോ. ധൈര്യത്തോടെ കൂടെ കൊണ്ടുപോകാം. എഞ്ചിന്, ഗിയർ ബോക്സ് കാര്യങ്ങൾക്കൊക്കെ വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ട്രൈബർ അല്ലേ, കൈഗർ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓപ്ഷൻ ഏതാണ്? ബേസാ? ഇത് RX അല്ല വരുന്നത്. RX അല്ലേ? ഓക്കെ ഓക്കെ. ഈ വണ്ടി കാണുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു സ്പോർട്ടി ടൈപ്പ് ലുക്കാണ് വരുന്നത്. എന്നാലും അതെ അതെ, ഫ്രോങ്സിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ്. ചെറിയൊരു തുകയിൽ നമുക്ക് ഇറക്കാൻ പറ്റിയൊരു വണ്ടി. എത്ര ചോദിക്കണം നമ്മള്? 5,40,000 അല്ലേ? ഇതിന് ലോൺ കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഫുൾ ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ കിട്ടുമോ? ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? 5,40,000 രൂപക്ക് ഒരു വലിയൊരു SUV, ഒരു മെയിൻ്റെനൻസ് കുറഞ്ഞൊരു നല്ലൊരു SUV നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹുണ്ടായിന്റെ ഒരു ജനപ്രിയ വാഹനം തന്നെ പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇത് നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? ഇതിപ്പോ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങൾ ഉണ്ട് അല്ലേ? ഇത് റീപ്ലേസോ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇത് ഏതാണ് വേരിയന്റ്? ഇത് വരുന്നത് കോർപ്പറേറ്റ് എഡിഷൻ ആണ് വരുന്നത്. i10 ഓക്കെ, ഇതില് കോർപ്പറേറ്റ് എഡിഷൻ അല്ലേ? ഈ ഒരു വാഹനം അന്ന് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഏകദേശം വരുന്നുണ്ട്. എന്നാലും നമുക്കൊരു ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടി. നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതിൽ എയർ ബാഗ്, അതുപോലെ തന്നെ ചെറിയ സെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന ഒരു ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനം ആ ഒരു പ്രൈസിന് എത്ര മാറ്റം വരുന്നുണ്ട്? ഒരു 3 lakh സംതിങ് വരുന്നുണ്ടല്ലേ? എത്ര ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം? 5,50,000 രൂപക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ലോണോ? ലോൺ നമുക്ക് മാക്സിമം ലോൺ ഒരു 50,000 1 ലക്ഷം ഇറക്കി കൂടെ. നല്ല സിവിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വണ്ടി കേട്ടോ. അടുത്തതായിട്ടൊരു മൈക്രോ SUV അല്ലേ? എക്സ്പ്രസോ, അതും LXI ഏതാണ് വേരിയന്റ്? VXI. ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. 19-20 അല്ലേ? കിലോമീറ്റർ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു ആൾട്ടൊക്കെ നോക്കി നടക്കണവർക്ക് ഒരു ഹൈറ്റിൽ ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റും. പോരാത്തിന് ഒരു ഗ്രേ കളർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റിലുള്ള കളറാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ചെറിയ ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടി അല്ലേ? അപ്പൊ ഈ ഒരു മുതൽ നമ്മൾ എത്ര റുപ്യ കൊടുക്കാം? നമുക്ക് 4,25,000 കൊടുത്താലേ. 4,25,000 അല്ലേ? ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 3.25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടി. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സെലറി പരിചയപ്പെടാം. അതും റെഡ് കളർ അല്ലേ? നമുക്ക് റയർ ആയിട്ട് മാത്രം നമ്മൾ കാണുള്ളൂ റെഡ് കളർ സെലറിയിൽ, അതും ഫുൾ ഓപ്ഷൻ. ഡീറ്റെയിൽ എങ്ങനെ? 2021 12 മാസം വേണ്ടിയാണ്. 21 മോഡൽ 12 മാസം അല്ലേ? കിലോമീറ്റർ, ഓണർഷിപ്പ്, ഓപ്ഷൻ എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് ZXi പ്ലസ് ആ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, എല്ലാവിധ ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി അടക്കം വരുന്നുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയർ വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ തുടങ്ങി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ തന്നെ നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ടച്ച് സ്ക്രീന്, AC മാനുവലാണ് തുടങ്ങിയ ചെറിയ ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര കൊടുക്കാം? നമുക്ക് 5,40,000 കൊടുക്കാം. 5,40,000. ഇതിന് മാക്സിമം എത്ര നമുക്ക് ഫിനാൻസ് കിട്ടും? ഫിനാൻസ് നമുക്ക് മാക്സിമം നോക്കാം അല്ലേ? ഒരു 1 ലക്ഷം രൂപ ഇറക്കുകയാണെങ്കിൽ സുഖമായിട്ട് എടുത്തൂടെ? നല്ല മൈലേജ് ഉള്ള വണ്ടി. ഓക്കെ, അടുത്ത നമുക്ക് വാഗനർ പരിചയപ്പെടണോ? ടിയാഗോ പരിചയപ്പെടാം അല്ലേ? ടിയാഗോ റെഡ് കളർ. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ ആയിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2018 മോഡൽ 65,000 കിലോമീറ്റർ. 18 മോഡൽ 65,000 ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ അന്നേരം ഇറങ്ങിയ. ഓക്കെ, അതിൽ അലോയ് വീല് വരുന്നുണ്ട്, ഡീഫോഗർ, റിയർ വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. ഇതിന് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല അല്ലേ? ഇത് കിലോമീറ്റർ 65,000 ജെനുവിൻ സർവീസ് ഒക്കെ അല്ലേ? ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് വരുന്ന ഒരു സേഫ്റ്റിക്ക് മുഖ്യം കൊടുക്കുന്ന വണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യണം? 4,65,000 കൊടുക്കാം. 4,65,000 രൂപ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി നമുക്ക് കൊടുക്കാം അല്ലെ? ലോണ് കാര്യങ്ങളൊക്കെ ഒരു 50,000 ഒക്കെ ഇറക്കാൻ പറ്റുമോ? മാക്സിമം ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു വാഗനർ പരിചയപ്പെടാം. ഇത് VXi അല്ലേ? അപ്പൊ 1 ലിറ്റർ ആണോ? 1.2 VXi. പവർ ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 18 ലെവലിലൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യും നല്ലൊരു ഡ്രൈവിംഗ് ആണെങ്കിൽ കേട്ടോ. 15 to 18. ഇത് ഓപ്ഷൻ, ഓണർഷിപ്പ്, അതുപോലെ തന്നെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് വരുന്നത് 2021-22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 22 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. കിലോമീറ്ററോ? 65,000 കിലോമീറ്റർ ഓടിന് സിംഗിൾ ഓണർഷിപ്പ്. 65,000. ഇനി ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, സെറ്റ് വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യണേ? ഇത് നമുക്ക് 5,55,000 കൊടുക്കാം. 5,55,000 രൂപ ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? ഓക്കെ, ഇതിന് മാക്സിമം ലോൺ കിട്ടും. ഒരു 50,000 to 1 ലക്ഷം കാണുകയാണെങ്കിൽ
സുഖമായിട്ട് ഇറക്കാൻ പറ്റും. 2 വർഷം വാറണ്ടി വരുന്നു, ഫുൾ വാറണ്ടി വരുന്നു. അത് പിന്നെ പറയണ്ട, ഈ വണ്ടികളൊക്കെ വാറണ്ടി ഉണ്ട്, നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മാക്സിമം വാറണ്ടിയിൽ കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് സാൻഡ്രോ പരിചയപ്പെടാം. ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെ? 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ, പെട്രോൾ. ഡീറ്റെയിൽ എത്ര കിലോമീറ്റർ ഓടിന്റെ വണ്ടി? 30,000 കിലോമീറ്റർ ഓടിയിട്ടു. 30,000. റീപ്ലേസ് ആക്സിഡന്റോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സാൻഡ്രോയില് ഏതാണ് ഓപ്ഷൻ വരുന്നത്? സ്പോർട്സ് ഓപ്ഷൻ. സ്പോർട്സ് അല്ലേ, മിഡിൽ ഓപ്ഷൻ അല്ലേ. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, കമ്പനി ടച്ച് സ്ക്രീൻ, AC, 4 ഡോർ പവർ വിൻഡോ, നല്ല സീറ്റ് കവർ, റിയർ AC. ഓക്കെ, എത്ര രൂപ കൊടുക്കാം? നമുക്ക് 4,10,000 കൊടുക്കാം. 4,10,000 രൂപക്ക് അല്ലേ? ലോൺ ചെയ്ത് കൊടുക്കോ? ഓ, ഈ പറഞ്ഞ പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യോ? ചെറുതായിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്വിഫ്റ്റ്, സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് ഒക്കെ സ്വന്തമാക്കുന്ന റേറ്റില് കുറച്ച് ക്വാളിറ്റി ഉള്ള 21 മോഡൽ, കുറച്ച് ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഹുണ്ടായിന്റെ വാഹനം സ്വന്തമാക്കാം. ഒരു 50,000 1 ലക്ഷം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ക്വിഡിലെ ഒരു ആൾട്ടോന്റെ വിലക്ക് എടുക്കാം. ക്വിഡ് ഡീറ്റെയിൽ അതും ഓട്ടോമാറ്റിക്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 60,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ ആണോ? ഓ, ജെനുവിൻ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ, ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട്. RXT അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റാറും ചെയ്തിട്ടില്ല, എന്നാലും ഒരു ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിന് നമുക്ക് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 3,70,000. ഒരു സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ സ്വന്തമാക്കുന്ന റേറ്റിന് അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ, ലേഡീസിനൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? മാക്സിമം ലോൺ ഒരു 50 രൂപ 1 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സൈഡ് നമുക്ക് ഇഗ്നീസ് അല്ലേ? ഇഗ്നീസ് മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? 2021 മോഡല് സിഗ്മ. 21 മോഡൽ അല്ലേ? സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ബുക്കിംഗിലുള്ള വണ്ടി. ബുക്കിങ്ങോ? ഓക്കെ, നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നില്ല കേട്ടോ. ഇതിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത് സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുത്തൂടെ? ലാസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനം എത്ര കൊടുക്കാം? 5,45,000. കമ്മിയാവൂലേ? അതെ, എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? നമ്മളെ ഫോളോവേഴ്സിന് ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 4,45 വരെ മാക്സിമം നോക്കാം. മാക്സിമം നമുക്ക് ഒരു 50,000 1 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ പറ്റിയ വാഹനം. നമ്മൾ ഈ വശത്തേക്ക് വരാണെങ്കിൽ ഇവിടെ കിഡ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഓൾട്ടോ വരുന്നുണ്ട്. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ? ഇത് 4,20,000 VXI. 4,20,000 രൂപക്ക് VXI വേണ്ടി കൊടുക്കാം. ഇനി വൈറ്റ് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നുണ്ട്. 19,000 കിലോമീറ്റർ ഓടി. എത്ര കൊടുക്കാം? നമുക്ക് 3,90,000 കൊടുക്കാം. 3,90,000 മാക്സിമം ലോൺ കൊടുത്തൂടെ? ഓക്കെ, ഇനി അതേപോലെ തന്നെ ആൾട്ടോ കേട്ടല്ലേ? 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. സിംഗിൾ ഓണർ എത്ര കൊടുക്കാം? 2,90,000 കൊടുക്കാം. 2,90,000 രൂപ. ഓക്കെ, ഇനി സ്വിഫ്റ്റ് ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞാലോ? 2000 ഓപ്ഷൻ. സ്വിഫ്റ്റ് 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. LXI ആണോ? LXI നമുക്ക് ഇതൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇവിടെ വരിക, മിററിലല്ല വരിക. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയർ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ജെനുവിന് വാഹനം അല്ലേ? വൈറ്റ് കളറാണ്. വണ്ടി എങ്ങനെയാണ് കണ്ടീഷൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ? വണ്ടി 2000 LXI ആയതുകൊണ്ട് ബേസ് മോഡലാണല്ലോ. ബേസ് മോഡലാണ്, നമുക്ക് ചെറിയ റേറ്റിൽ കൊടുക്കാം. ഒരു ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. ഒരു ബേസിക് ഫീച്ചർ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു വാഹനത്തിൽ. അപ്പൊ ഈ ഒരു വാഹനം ആ ഒരു റേറ്റിന് കൊടുത്തൂടെ? എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ്? 5,60,000 കൊടുക്കാം. 5,60,000 കമ്മിയായി കൊടുത്തൂടെ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. ലോൺ എത്ര കൊടുക്കാം? ലോൺ നമുക്ക് മാക്സിമം ലോൺ തന്നെ കൊടുക്കാം. മാക്സിമം കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജാസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സാൻഡ്രോ, അതുപോലെ തന്നെ ഇയോണ്, ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാക്സിമം ലോണിൽ 1,50,000 അങ്ങനെയൊക്കെ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാം അല്ലേ? ഓക്കെ, ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് കേട്ടോ. ഇനി ചെറിയ വിലക്ക് ഇതാ മോഡൽ കൂടി വണ്ടി നോക്കുകയാണെങ്കിൽ ടിയാഗോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ i10 നിയോസ് ഉണ്ട്, പിന്നെ പോളോ അല്ലെ, സോറി ആമിയോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേണമെങ്കിൽ നമ്മൾക്ക് കിയ സോണറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 7 സീറ്റർ ആയിട്ടുള്ള എർട്ടിക ഉണ്ട്. എർട്ടിക എന്താ അവസ്ഥ? എർട്ടിക 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നുണ്ട്. സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എന്താ അവസ്ഥ? 50,000. 80,000 ജെനുവിൻ ആണോ? സിംഗിൾ ഓണർ 80,000 കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പെട്രോൾ വേരിയന്റ് ആണ്. ഒരു 15 വരെ 10 to 15 ഉള്ളിൽ
മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നീറ്റാണ്. VXi ആണ്. നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,90,000 കൊടുക്കാം. 5,90,000 അല്ലേ? ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് മാക്സിമം കിട്ടൂല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വണ്ടി ഇന്റീരിയർ ആണ് കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു വൈറ്റ് ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടില്ലേ? ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, നമുക്ക് സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, ഒരു സീറ്റ് കവർ ആയിക്കോട്ടെ, ഒക്കെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. സിംഗിൾ ഓണർ ഉപയോഗിച്ചതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിന്റെ ഈ റേറ്റിന് എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? നമുക്കൊരു 50,000 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോവുകയും ചെയ്യാം. 7 സീറ്റർ ആണ്. ഒരു ഫാമിലിക്ക് മെയിൻ്റെനൻസ് കുറഞ്ഞ ഒരു വണ്ടി സുഖമായിട്ട് സ്വന്തമാക്കാം. വാറണ്ടിയും കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ്? അപ്പോൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. മാത്രമല്ല ഈ ഷോറൂമിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ വാറണ്ടി. എല്ലാ വാഹനങ്ങൾക്കും 2 വർഷം വാറണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഷോറൂമിൽ 90% വാഹനങ്ങളും സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്ന വണ്ടികളാണ്. മാത്രമല്ല ലോ കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് വെച്ച് അതിൻ്റെ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഇങ്ങോട്ട് പോകുന്നോളി. അപ്പോൾ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.